ഹായ് ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പതിവ് പോലെ തന്നെ നേരത്തെ എണീറ്റ് മുറ്റമൊക്കെ അടിച്ച് പണികളൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട്. ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങിക്കാന്നുള്ളൊരു പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ചിക്കൻ കറി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ചെറിയുള്ളിയും വലിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. കാരണം കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ടൗണിലോട്ട് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഇനി അമ്മ എല്ലാം കൂടെ ഒറ്റയ്ക്ക് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തു. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചെറിയുള്ളിയും വലിയുള്ളിയും അതുപോലെ തന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തതാണ് കേട്ടോ. പൊടികളാണ് മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി കുറച്ച് അധികം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഗരം മസാല കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെയല്ല ശരിക്കും ഞങ്ങൾ ചിക്കൻ ഉണ്ടാക്കുന്നത്. ഇന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. സാധാരണ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റി തക്കാളിയൊക്കെ വഴറ്റി അതിനകത്ത് ഈ മസാലകളൊക്കെ ആഡ് ചെയ്ത് അത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ ചിക്കൻ ആഡ് ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി കുക്ക് ചെയ്ത് എടുക്കുന്നതാണ്. പക്ഷേ ഇന്ന് നമ്മൾ എല്ലാ മസാലകളും ചിക്കനിലോട്ട് ആദ്യം തന്നെ ആഡ് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനായിട്ട് വെച്ചു. എന്നും ഒരേ ടൈപ്പ് വെക്കണ്ടെന്ന് വെച്ചിട്ട് ഇന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അങ്ങനെ നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയായി ടൗണിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. ഇന്ന് നമ്മൾ ബസ്സിലാണ് പോകുന്നത്. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ബസ്സിൽ പോകുന്നത്. വണ്ടി ചെറുതായിട്ടൊന്ന് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. ഡ്രസ്സൊക്കെ ഒന്ന് എടുക്കണമായിരുന്നു. ഇതേ ഇപ്പം അമ്മയ്ക്ക് സാരി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സാരിയും എന്ത് ഡ്രസ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം നോക്കുന്നത് അതിൻ്റെ വിലയായിരിക്കും. അമ്മയ്ക്കൊരു സാരി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഏതും അങ്ങോട്ട് ശരിയാവുന്നില്ല. അവസാനം ഈ കാണുന്നൊരു സാരി നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചു. ആ റോസ് കളർ സാരിയും സെലക്ട് ചെയ്ത് നമ്മൾ നേരെ അച്ഛൻ്റെ ഷർട്ട് നോക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് വന്നു. ഷർട്ടിൻ്റെ സെക്ഷനിൽ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. സാരിയുടെ സെക്ഷനിലൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചേച്ചി ഫുൾ തിരക്കിലായിരുന്നേ. ആ കളർ എടുക്കൂ ഈ കളർ എടുക്കൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു ഷർട്ടൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കമ്മൽ നോക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഷോപ്പിൽ കയറി. അവിടെയും കുറേ സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത കിടിലൻ കമ്മലുകളാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. കുറേ സമയം അത് നോക്കി നിന്നിട്ട് തന്നെ സമയം മൊത്തം പോയി. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ ടോപ്പ് നോച്ചിൽ കയറി ഒരു ലൈമും അതുപോലെ ചിക്കൻ കട്ട്ലേറ്റും സോസും കൂടെ കഴിച്ചു. രുദ്രക്കുട്ടിന് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറി. കുട്ടികളുടെ മാത്രം കിട്ടുന്നൊരു ഷോപ്പാണിത്. ഇവിടെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടെയാണ് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് തന്നെ അധികം കടകളൊന്നും ഉണ്ടായിരുന്നില്ല. ആളുകളും വണ്ടികളൊക്കെ കുറവായിരുന്നു കേട്ടോ റോഡിൽ. പാലക്കാടിലെ ചൂടിൻ്റെ അവസ്ഥ പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. 38 ഡിഗ്രി സെൽഷ്യസ് ചൂടിലാണ് കേട്ടോ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. വീട് എത്തിയപ്പോഴത്തേന് ഒരുമാതിരി കരിഞ്ഞ അവസ്ഥയായിരുന്നു. വീട് എത്തിയ ഉടനെ ഫ്രിഡ്ജിലിരിക്കുന്ന വെള്ളവും കാലേക്ക് രാവിലെ ഉണ്ടാക്കിയ ചിക്കനും ദോശയും കൂടെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ ഇരുന്ന് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ കുളിച്ച് ഫ്രഷായി. ഈ ഒരു ഏരിയയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ 3 മാവ് മരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും ചൂടിലും കുറച്ചെങ്കിലും തണുപ്പ് നമുക്ക് കിട്ടും. വെയിലൊന്നും അടിക്കാതെ പന്തൽ പോലെ ഇങ്ങനെ മൂടിയിരിക്കുന്നുണ്ടാവും. എന്ന് വെച്ച് ഇവിടെ ചൂടില്ല എന്നല്ല കേട്ടോ. ഒരു 5 മണി 6 മണി ആ ഒരു സമയത്തൊക്കെ പുറത്തിരിക്കാനായിട്ട് ഭയങ്കര ആശ്വാസമായിരിക്കും. അകത്തിരിക്കുന്നതിനെക്കാട്ടിലും നല്ലൊരു തണുപ്പ് പുറത്ത് അനുഭവപ്പെടും. പഠിക്കാനായിട്ട് ബുക്ക് എടുത്തു. വൈറ്റമിൻസ് ആണ് പഠിക്കുന്നത്. ഇതൊക്കെ ഞാൻ കുറച്ച് മുന്നേ പഠിച്ചു വെച്ചതാണ് കേട്ടോ. അതാണ് ഇങ്ങനെ വരഞ്ഞൊക്കെ ഇട്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എല്ലാം മറന്നു. ആദ്യം മുതൽ തന്നെ കുത്തിയിരുന്ന് പഠിച്ചാലേ ഇനി ഇതൊക്കെ ഓർമ്മ വരത്തുള്ളൂ. കുറച്ച് സമയം പഠിച്ചപ്പോഴത്തേനും അമ്മയ്ക്ക് ഇൻസുലിൻ എടുത്തു കൊടുക്കാൻ ടൈമായി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇൻസുലിൻ എടുത്തു കൊടുക്കുകയാണ്. ഇൻസുലിൻ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അതിനകത്ത് എയർ കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് തട്ടി വിട്ടിട്ടുണ്ടെങ്കിൽ എയർ എല്ലാം പോയി എന്ന് കൺഫേം ചെയ്തിട്ട് മാത്രം ഇൻസുലിൻ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും പഠിക്കാനായിട്ടിരുന്നു. കുറച്ച് ബയോളജിയും ഫിസിക്സും പിന്നെ കെമിസ്ട്രിയും കൂടെ പഠിച്ചിട്ടാണ് കേട്ടോ അവസാനിപ്പിച്ചത്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ, സീ യു.